ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 90ാമത്തെ പാർട്ടാണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? റൊമാൻസ് എങ്ങനെയുണ്ട്? ദേവയുടെയും ദേവുവിൻ്റെയും ശിവയുടെയും തുമ്പിയുടെയും അടിപൊളിയായിട്ടില്ലേ? പിന്നെ കൂട്ടിച്ചേർക്കാനുള്ളതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തോട്ടാ. എനിക്ക് കുറച്ച് പരിമിതി ഉണ്ട് ഇങ്ങനെ പറയാൻ. എൻ്റെ കെട്ടിയവൻ എന്നോട് പറയാറുണ്ട്, നീ അൺറൊമാൻറ്റിക് മൂരാച്ചിയാന്ന്. അപ്പോൾ അതുപോലെ എനിക്കങ്ങ് റൊമാൻസ് അങ്ങ് വരുന്നില്ലടോ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വരണമല്ലോ, വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടാ. നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ? ശിവ പോയതിൻ്റെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് പാർവണ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറിയിരുന്നു. ഓരോ ദിവസം കൂടുന്തോറും ദേവയും ദേവും കൂടുതൽ അടുക്കുമായിരുന്നു. പരസ്പരം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നുന്ന തരത്തിലായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹം. അങ്ങനെ 5 ദിവസങ്ങൾ കൂടെ കടന്നുപോയി. ശിവ പോയിട്ട് ഇന്നേക്ക് 16 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരം ശിവ തിരിച്ചെത്തും. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു പാർവണ. ശിവ വരുമെന്ന് അറിയാവുന്നതിനാൽ ആരും അന്ന് ഓഫീസ് വിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് ഓഫീസിൽ പോവണ്ട എന്ന് പാർവണ കരുതിയെങ്കിലും ശിവ എത്താൻ രാത്രിയാവുന്നതിനാൽ അവൾ ഓഫീസിലേക്ക് പോയി. അന്ന് ഓഫീസിൽ കഴിഞ്ഞ് വീട്ടിലെത്താൻ വരാൻ വല്ലാത്തൊരു ഉന്മേഷമായിരുന്നു പാർവണയ്ക്ക്. സാധാരണ എണീറ്റ് നിൽക്കാൻ പോലും ജീവനില്ലാത്ത നിലയിൽ ഓഫീസ് വിട്ട് വരുന്നവളാണ്. ഇന്ന് അവളുടെ എനർജി നോക്കിയൊക്കെ ദേവേട്ടാ. പാർവണ റൂമിലേക്ക് പോകുന്ന നോക്കി ദേവ് പറഞ്ഞു. എനിക്കും വേണം കുറച്ച് എനർജി, ദേവ മീശ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, ഞാൻ ചായ എടുക്കാം, അപ്പം എനർജി കൂടിക്കോളൂ കേട്ടോ. അത് പറഞ്ഞ ദേവ് അടുക്കളയിലേക്ക് പോകാൻ നിന്നു. ദേവ അവളെ കൈ പിടിച്ച് നിർത്തി. എനിക്ക് ആ എനർജി അല്ല വേണ്ടേ. അത് പറഞ്ഞ് ദേവ ഒന്ന് ചുറ്റും നോക്കി. ആരും ഇല്ല എന്ന് കണ്ടതും അവൻ നേരെ അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. ദേവട്ട വീട്ടിൽ താഴെ ഇറക്ക് ദേവട്ടാ. ഇല്ല, ഇറക്കില്ല. ആരെങ്കിലും കാണും ദേവട്ടാ. ആരും കാണില്ല ദേവുട്ടി. ഇനിയിപ്പോൾ കണ്ട എന്താ, നീ എൻ്റെ ഭാര്യയല്ലേ. അത് പറഞ്ഞ ദേവ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. ശേഷം പോയി റൂം ലോക്ക് ചെയ്ത് തിരികെ വന്നു. ദേവ ഒരു ചിരിയോടെ ഇട്ടിരുന്ന കോട്ട് അഴിച്ച് താഴേക്കിട്ടു. ശേഷം അവളിലേക്ക് അമർന്നു. അവളുടെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. ശേഷം അവളെ ചുംബനങ്ങൾ കൊണ്ട് പതിയെ അവളിലേക്ക് വീണ്ടും അവൻ ആഴ്ന്നിറങ്ങി. പാർവണ ബാത്റൂമിൽ നിന്നിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. ശേഷം ഒരു ചെയർ എടുത്ത് അവിടെ തന്നെ ഇരുന്നു. 2 മിനിറ്റ് കണ്ണടച്ച് അവളിരുന്നു. ശേഷം പതിയെ കണ്ണു തുറന്നു തൻ്റെ മുന്നിലിരുന്ന കാർഡിലേക്ക് ഒന്ന് നോക്കി. 2 ലൈനുകൾ കണ്ടതും അവൾക്ക് അവളുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല. താൻ ഒരു അമ്മയാവാൻ പോകുന്നു. അത് ഓർക്കും തോറും അവളുടെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടി. തൻ്റെ പാതി അത് വിളിച്ച് പറയാനായി അവൾ ഫോൺ എടുത്തുവെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് വിചാരിച്ചു. എനിക്ക് നേരിട്ട് കാണാൻ എൻ്റെ ശിവയുടെ മുഖത്തെ സന്തോഷം. അവൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് ഒരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഭദ്രമായി പൊതിഞ്ഞു. ശിവ എത്താറായി എന്നറിഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. അത് കണ്ടതും പാർവണ വേഗം പോയി കുളിച്ചു. അവൻ്റെ ഫേവറേറ്റ് കളറായ ബ്ലാക്ക് കളർ എടുത്ത പുതിയ ടോപ്പും ലെഗിനും എടുത്തിട്ടു. നെറ്റിയിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ സിന്ദൂരം തൊട്ടു. നെറ്റിയിൽ ചെറിയൊരു പൊട്ടും വെച്ചു. മുറി കുറച്ച് അലങ്കോലമായാണ് കിടക്കുന്നത്. അതുകൊണ്ട് ബെഡിൽ വാരി വലിച്ചിട്ട് തൻ്റെ ഡ്രസ്സുകളെല്ലാം അവൾ ഓരോന്നായി കബോർഡിൽ മടക്കി വയ്ക്കാൻ തുടങ്ങി. മടക്കി വെച്ച ഡ്രസ്സുകളെല്ലാം എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴും ശിവ വാതിൽ തുറന്നകത്തേക്ക് വന്നു. ഒരുമിച്ചായിരുന്നു. ശിവയെ കണ്ടതും പാർവണ അത്ഭുതത്തോടെ അവിടെ തന്നെ നിന്നു. അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ ഇറുക്കി പുണരണമെന്ന് തോന്നി. പക്ഷെ കഴിയുന്നില്ല. ശിവ കയ്യിലുള്ള ബാഗ് താഴെ വെച്ചു. അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. നീ എങ്ങോട്ടാ പോകുന്നേ? പാർവണയെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എവിടെയും പോകുന്നില്ല. തൻ്റെ വേഷം കണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ശിവ ഒന്ന് മൂളിയ ശേഷം കബോർഡിൽ നിന്ന് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ശിവയുടെ ആ പ്രവൃത്തി പാർവണിയെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയായിരുന്നു. എന്നെ കണ്ടതും അരികിലേക്ക് ഓടി വരുന്നു, കെട്ടിപ്പിടിക്കണു, ഉമ്മ വെക്കണു, ഐ ലവ് യു പറയണു. ഞാൻ കണ്ട സിനിമയിലും ഹിന്ദി സീരിയലിലൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. ഇത് ഉമ്മ പോയിട്ടൊന്ന് ചിരിക്കാൻ പോലും വയ്യ. വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചിരി. എന്തൊരു ചാടയാക്ക്. ഞാനും മൈൻഡ് ചെയ്യില്ല. എനിക്കും ഉണ്ട് സ്റ്റൈലൊക്കെ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. കുളിച്ചിറങ്ങിയ ശിവ കാണുക തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ പിറുവിറുക്കുന്ന പാർവണയാണ്. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ മനസ്സും വല്ലാതെ നിറയുന്നു. അവൻ്റെ പെണ്ണു. ശിവ അവളെ പിന്നിൽ നിന്നും ചെന്ന് ഇറക്കി കെട്ടിപ്പിടിച്ചു.
അവളുടെ പിൻകഴുത്തിലായി അവന്റെ ചുണ്ടുകൾ അമർത്തി. പാറുണ പെട്ടെന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. പാറുണ അവന് നേരെ തിരിഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ ആകെ ക്ഷീണിച്ചിരുന്നു. കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വന്നിരുന്നു. പണ്ടത്തെ പോലെ താടിയെല്ലാം നന്നായി വളർന്നിരുന്നു. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഒരാൾ എങ്ങനെയാവോ എന്ന് പോലും പാറുണയ്ക്ക് തോന്നിപ്പോയി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. എന്താ ശിവ നിനക്ക് പറ്റിയേ? മുഖെല്ലാം വല്ലാതെ ഇരിക്കണേ. ശിവ ഒന്നും മിണ്ടാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ഫോൺ റിങ് ചെയ്തതും ശിവ അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റി. ഡിസ്പ്ലേ തെളിഞ്ഞ പേര് കണ്ടതും ശിവയുടെ മുഖം മാറിയിരുന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു. പോയ കാര്യം ശരിയായോ ശിവ? എല്ലാം ദേവ എൻ്റെ പേരിലേക്ക് മാറ്റിയോ? അതെല്ലാം ശരിയായി. നീ ഒരു ചായ ഇട്ടിട്ട് വാ, നല്ല തലവേന. അത് കേട്ട് പാറുണ നേരെ താഴേക്ക് പോയി. പാറുണ ചായയുമായി വരുമ്പോൾ ശിവ ബെഡ് റെസ്റ്റിൽ ചായ ഇരുന്ന് കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. ശിവ ദാ ചായ. അവിടെ വെച്ചോ. നല്ല തലവേനയുണ്ടോ ശിവ? ഞാൻ മസാജ് ചെയ്ത് തരണോ? അവൾ ശിവയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, അത് പെട്ടെന്ന് മാറിക്കോളും. ശിവ അവളുടെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ശിവ? ഇല്ല, അവൻ കണ്ണടച്ചിരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു. പാറുണ മേശയുടെ വലിപ്പ് തുറന്ന് താൻ എടുത്തു വെച്ചത് ശിവയുടെ മുന്നിലേക്ക് വന്നു. ശിവ, അവൾ ആർദ്രമായി വിളിച്ച് തൻ്റെ കയ്യിലുള്ളത് അവന് നേരെ നീട്ടിപ്പിടിച്ചു. എന്താത്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഇത് നിനക്കുള്ള ചെറിയ അല്ല വലിയൊരു ഗിഫ്റ്റാണ്, തുറന്നു നോക്ക്. അതവിടെ വെച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോളാം. ഇപ്പൊ നോക്കൂ ശിവ. പാറുണ, ഞാൻ നല്ല ടെൻഷനിലാണ്. ഇതൊന്നും നോക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. പ്ലീസ് കുറച്ചു നേരം എന്നെ ശല്യപ്പെടുത്താതെ പോവാൻ നോക്കിയേ. ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനമാകുമ്പോഴേക്കും അതൊരു അപേക്ഷയായി മാറിയിരുന്നു. പാറുണ ഒന്നും മിണ്ടാതെ കയ്യിലെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ ബോക്സ് ടേബിളിൽ പുറത്തു വെച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. നിന്റെ അച്ഛനമ്മയെ വഴക്ക് പറഞ്ഞ് നീ കണ്ടില്ലേ വാവേ? നമുക്കിനി അച്ഛനോട് മിണ്ടണ്ടാട്ടോ. ഗിഫ്റ്റ് കാണുമ്പോൾ അച്ഛൻ നമ്മുടെ അടുത്തേക്ക് സന്തോഷം കൊണ്ട് ഓടി വരും. അപ്പം നമുക്ക് ചാടായിട്ട് സ്റ്റൈലിലിരിക്കാട്ടാ. ഊഞ്ഞാലിലിരിക്കുന്ന പാറുണ തൻ്റെ വയറെ കൈ വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ശിവേട്ട ഭക്ഷണം കഴിക്കാൻ വരൂ. തുമ്പി എവിടെ? അവൾ ബാൽക്കണിയിലുണ്ട്. ദേവ് നടന്നോ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. രേവതി പോയതും ശിവ ബാൽക്കണിയിലേക്ക് നടന്നു. ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ട് അകലേക്ക് നോക്കി എന്തോ കാര്യമായ ആലോചനയിലാണ് അവൾ. പാറുണ, ഭക്ഷണം കഴിക്കാൻ വാ. എനിക്ക് വിശപ്പില്ല, ശിവ പോയി കഴിച്ചോളൂ. ശിവ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴേക്ക് നടന്നു. അവർ താഴേക്ക് എത്തുമ്പോഴേക്കും അമ്മ ഭക്ഷണം വിളമ്പിയിരുന്നു. ശിവ ദേവിയുടെ അരികിൽ പോയിരുന്നു. പാറുണ രേവതിയുടെ അരികിലിരുന്നു. ദേവ് ഓരോ കാര്യങ്ങൾ ശിവയോട് ചോദിക്കുന്നുണ്ട്. അവനെല്ലാം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കി ഭക്ഷണം കഴിക്കുന്നതിന് ശ്രദ്ധ ചെലുത്തി. പാറുണ പലവട്ടം ശിവയെ നോക്കിയെങ്കിലും ശിവ അവളെ ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അത് പാർവണയിലും ഒരു വേദന സൃഷ്ടിച്ചിരുന്നു. അപ്പവും മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. കറിയുടെ മണം മൂക്കിലേക്ക് തട്ടിയത് അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പ്ലേറ്റിലെ ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് പോയി. കഴിച്ച ഭക്ഷണം എല്ലാം പുറത്തു പോയി ഛർദ്ദിച്ചു. ആരെങ്കിലും വരുന്നതിന് മുമ്പേ അവിടെയെല്ലാം ക്ലീൻ ചെയ്തു വിട്ടു. മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പേ ആദ്യം ശിവ തന്നെ അറിയണം എന്ന ഒരു നിർബന്ധം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും സംശയം കൊടുക്കാത്ത രീതിയിലാണ് അവളും പെരുമാറിയിരുന്നത്. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ റൂമിലേക്ക് തന്നെ തിരികെ വന്നു. ശിവയുടെ ഭാഗത്തു നിന്നും വലിയ മൈൻഡ് ഇല്ലാത്തതിനാൽ പാർവണി അവനെ ശ്രദ്ധിക്കാൻ പോയില്ല. ശിവ കൊണ്ടുവന്ന ബാഗിലെ ബുക്സും എല്ലാം ഡ്രസ്സുകളെല്ലാം എടുത്ത് വയ്ക്കുകയായിരുന്നു പാർവണ. വാട്ട്? പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ടതും പേടിച്ചുകൊണ്ട് പാർവണയുടെ കയ്യിലുള്ള ബുക്കുകളെല്ലാം താഴെ വീണു. ചെറിയൊരു ഭയത്തോടെ തിരിഞ്ഞു നോക്കിയ പാർവണ കാണുന്നത് താൻ കൊടുത്ത ഗിഫ്റ്റ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ശിവയാണ്. അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. അവന്റെ മുഖഭാവം കണ്ട് പാർവണയുടെ മനസ്സിൽ ഒരു തരം പേടി നിറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് അറിയുമ്പോൾ ഓടി വന്ന് അവൻ തന്നെ ചേർത്ത് പിടിക്കുന്ന പ്രതീക്ഷയോടെ നിന്നിരുന്ന പാർവണയ്ക്ക് മറ്റെന്തൊക്കെയോ ഭാവങ്ങളാണ് അവന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താ പാർവണ? തൻ്റെ അരികിലേക്ക് വന്ന് ഗൗരവത്തോടെ ചോദിക്കുന്ന ശിവയെ കണ്ടത് അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഒരു ഡോക്ടറായി നിനക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അവൾ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. ഐ മീൻ, ഇത് ആരുടെ എന്നാണ് ഞാൻ ചോദിച്ചത്. മറ്റൊരാളുടെ റിസൾട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യം എനിക്കെന്താ? ഇത് എൻ്റെയാണ്.
അത് കേട്ടപ്പോൾ ശിവയുടെ മുഖഭാവത്തിന്റെ അർത്ഥം പാർവണയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വാട്ട്, നിനക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നില്ലേ? നിന്റെ ശ്രദ്ധയില്ലാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ശിവ പറഞ്ഞ വാക്കുകൾ പാർവണയുടെ മനസ്സിലേക്ക് കൂരമ്പുകൾ പോലെയായിരുന്നു. അത്രയും നേരം സ്വരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യമെല്ലാം കൈവിട്ടു പോയ പോലെ. എന്താ എന്താ ശിവ നീ ഇപ്പൊ പറഞ്ഞ? അവൾ പതർച്ചയോടെ ചോദിച്ചു. അപ്പോഴാണ് ശിവയ്ക്കും താൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായത്. അത് സോറി, എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോ സോറി കുഞ്ഞ്. അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നീ ഇപ്പ പറഞ്ഞ? എനിക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നില്ലെന്നോ? നീ എന്താ വാക്കുകൊണ്ട് പറയാ ഉദ്ദേശിച്ചേ? പറയ് ശിവ. അവന്റെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് പാർവണ അലറി ചോദിച്ചു. പാർവണ കൂൾ, ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു. സോറി ഡി, ഐ എം റിയലി സോറി. പാർവണയെ ശിവ കെട്ടിപ്പിടിക്കാൻ നിന്നെങ്കിലും അവൾ അവനെ തള്ളി മാറ്റി. നീ ഒരു ഡോക്ടർ അല്ലേ? എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന നീയാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ. ഞാൻ കാരണം വാക്കുകൾ പോലും മുഴുവനായിട്ട് കറിയാതെ വിങ്ങിപ്പൊട്ടി. നിങ്ങളൊരച്ഛനാവാൻ പോവാന്ന് വാർത്ത കേൾക്കുമ്പോ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുന്ന ഞാനൊരു പൊട്ടി. പാർവണ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. തൊട്ടുപോകരുത് തന്നെ. എനിക്ക് നിങ്ങളെ കാണണ്ട. എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോ. പാർവണ ഒന്ന് കേക്ക്. എനിക്ക് നിങ്ങളൊന്നും പറയണ കേക്കണ്ട. നിങ്ങളായിട്ട് ഈ മുറിയിൽ നിന്ന് പോകണോ അതോ ഞാൻ പോകണോ? വേണ്ട, ഞാൻ പോവാം. അവൾ പുറത്തു പോവാൻ നിന്നതും അവളെ തടഞ്ഞുകൊണ്ട് ശിവ പുറത്തേക്ക് പോയി. പാർവണ ദേഷ്യത്തിൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. ശേഷം ഒരു തളർച്ചയോടെ ബെഡിൽ വന്ന് കിടന്നു. കുഞ്ഞാ, നമുക്കുണ്ടല്ലോ നിന്നെപ്പോലെ ഒരു സുന്ദരി ഭാവിയെ മതി കേട്ടോ. നിന്നെപ്പോലെ ചിരിക്കുന്ന, കുറുമ്പ് കാണിക്കുന്ന, കരയുന്ന ഒരു കുഞ്ഞു വാവ. ശിവ പറഞ്ഞിരുന്ന വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിക്കാൻ തുടങ്ങിയിരുന്നു. ശിവ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇനി മറ്റെന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണോ എന്ന് അവൾ പലവട്ടം ആലോചിച്ചു. പക്ഷെ അറിയാതെയാണെങ്കിലും പറയേണ്ട കാര്യമല്ലല്ലോ അത്. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇഷ്ടമല്ലാത്ത സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും നോക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എനിക്കൊന്ന് വേദനിച്ചാൽ അതിന് 1000 ഇരട്ടി വേദനിക്കുന്ന പോലും അവനാണ്. അങ്ങനെയുള്ള ശിവ വേണമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയുമോ? എന്നോട് എന്താ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനല്ലേ അത് കേൾക്കാതെ അവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത്. ഒരു കണക്ക് നോക്കുമ്പോൾ സത്യയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ? എന്നിട്ടും അവൻ എന്നെ അതെല്ലാം മറന്ന് സ്നേഹിക്ക് മാത്രമല്ലേ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റായോ മഹാദേവ? അവനോട് അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നല്ലോ. കാരണം വേഗം കണ്ണു തുടച്ച് മുറുകി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവന് എവിടെയും ഉണ്ടായിരുന്നില്ല. തിരിച്ച് റൂമിലേക്ക് വന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവൻ്റെ ഫോൺ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. പാവം, അറിയാതെ പറഞ്ഞതാവും അവനെ. സോറി ശിവ, അവൻ വന്ന സോറി പറഞ്ഞേക്ക്, കോംപ്രമൈസ് ആക്കാം എന്ന് കരുതി അവൾ കിടന്നു. ക്ഷീണം കൊണ്ട് വേഗം കിടന്നുറങ്ങി. വീട്ടിൽ നിന്നിറങ്ങിയ ശിവ നേരെ പോയത് ബാറിലേക്കായിരുന്നു. താൻ എത്ര കുടിച്ചെന്ന ബോധം അവന് പോലും ഉണ്ടായിരുന്നില്ല. കാലൊന്നും നിറത്ത് ഉറക്കുന്നില്ലെങ്കിൽ അവൻ ആടി ആടി കാറിൽ വന്ന് കയറി. ഡ്രൈവ് ചെയ്ത് എങ്ങനെയോ വീട്ടിലെത്തിയതെന്ന് അവന് പോലും ബോധം ഉണ്ടായിരുന്നില്ല. പാർവണിയുടെ മുറിക്ക് മുന്നിലെത്തി അവൻ ഒരു നിമിഷം നിന്നു. വാതിൽ പതിയെ തുറന്നു നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. ശിവ അവളുടെ കാൽച്ചുവട്ടിലായി മുട്ടുകുത്തിയിരുന്നു. ഈ ശിവയോട് ക്ഷമിക്കൂ കുഞ്ഞ്, ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞതാടി. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു. ഏത് നേരത്തെ നിന്നോട് അങ്ങനെ ഒരു വാക്ക് പറയാൻ തോന്നിയെന്തോ. അവൻ അവളുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശേഷം അല്പം ഉയർന്ന് അവൻ അവളുടെ വയറിന് മീതെ കിടക്കുന്ന ടോപ്പ് മാറ്റി വയറിന് മുകളിൽ മുഖം ചേർത്ത് വെച്ചു. അച്ഛനോട് ക്ഷമിക്കാൻ പറവാവേ അമ്മോട്. അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല, അമ്മേനെ സങ്കടപ്പെടുത്തില്ല. അച്ഛയുടെ പൊന്നാണേ സത്യം. ശിവ അവളുടെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ സ്പർശനം മനസ്സിലാക്കിയ പോലെ പാർവണ ഉറക്കത്തിലൊന്ന് ചിണുങ്ങി. അച്ഛയുടെ പൊന്ന് വേഗം വന്നിട്ട് വേണം നമുക്ക് അടിച്ചു പൊളിക്കാൻ. എൻ്റെ ഈ 2 വാവകളെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. പാർവണിയെ അവളുടെ വയറിലേക്ക് നോക്കി ശിവ പറഞ്ഞു. അവളുടെ ടോപ്പ് ശരിയാക്കിയ ശേഷം പാർവണിയുടെ നെറുകയിൽ ഉമ്മ വെച്ച് ശിവ ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ പാതിബോധത്തിൽ ഊഞ്ഞാലിലേക്ക് കടന്നു. ഒപ്പം അവൻ്റെ ഓർമ്മകളും കുറച്ചു ദിവസം പുറകേട്ട് പോയിരുന്നു.
പാർവണി അവിടെയാക്കി വന്ന സങ്കടം ശിവയ്ക്ക് നന്നായി ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം താൻ വന്നിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടും ഡാഡി തന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നതിന്റെ അമർഷം അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയിരുന്നു. 9ാമത്തെ ദിവസം ഡാഡി അവനെ അയാളുടെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു. അവിടെ എത്തിയെങ്കിലും മമ്മിയോ മറ്റുള്ളവരെയോ കാണാൻ ശിവ പോയിരുന്നില്ല. വീട്ടിലേക്ക് വിളിക്കാതെ ഡാഡി ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടെന്നും ശിവയ്ക്കും തോന്നിയിരുന്നു. ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചതിനാൽ വീട്ടിൽ ഡാഡി ഉണ്ടായിരിക്കില്ല എന്ന് അവന് അറിയായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴി അവൻ വീട്ടിൽ പോയിരുന്നു. എത്രയൊക്കെ അകലാൻ ശ്രമിച്ചാലും പെറ്റമ്മയല്ലേ ഒന്ന് കാണാതിരിക്കാൻ അവനും തോന്നിയില്ല. ശിവയെ കണ്ടത് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ശിവ തറവാട്ടിൽ നിന്നും വന്ന് 2 ദിവസം കഴിഞ്ഞു ശിവാനിയും തിരികെ വന്നിരുന്നു. ശിവാനിയോടല്ലാതെ അവൻ മറ്റാരോടും അധികം സംസാരിച്ചിരുന്നില്ല. ശിവ വന്നപ്പോൾ മുതൽ ശിവാനി പാർവണിയെക്കുറിച്ചും ദേവുവിനെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ആരോടും സംസാരിക്കുന്ന ശിവ പാർവണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം വാ തോരാതെ പറയുന്നത് കേട്ട് അമ്മയൊഴികെ എല്ലാവരുടെ മനസ്സിലും സന്തോഷമായിരുന്നു. പാർവണിയോടുള്ള ശിവയ്ക്കുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അമ്മ ഇനി അവൻ അറിയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ ശിവ ഫ്ലാറ്റിലേക്കാണ് പിന്നീട് പോയത്. കോണിമ്പല്ലടിച്ചപ്പോൾ വാതിൽ വന്ന് തുറന്നതും ഡാഡി തന്നെയായിരുന്നു. അകത്തേക്ക് വാ. ശിവ താല്പര്യം ഇല്ലെങ്കിലും അവൻ അകത്തേക്ക് നടന്ന് സോഫയിൽ വന്നിരുന്നു. ഡാഡി കയ്യിലുള്ള ഫയൽ ശിവയ്ക്ക് നേരെ നൽകിയ ശേഷം അവൻ ഓപ്പോസിറ്റായി വന്നിരുന്നു. എല്ലാത്തിനും ദേവയുടെ പേരിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. കുറെ കാലങ്ങളായി. ഇത് വാങ്ങിക്കാൻ നീ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്കറിയാം. എന്നെ ഇവിടേക്ക് വർത്തിച്ചതിന് വേറെന്തോ ലക്ഷ്യമുണ്ടെന്ന്. എന്റെ സംശയം ശരിയാണ് കണ്ണാ. ചില ലക്ഷ്യങ്ങളുണ്ട്. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞ കുറച്ച് നന്നായിരിക്കും. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പറയാം, അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശേഷം അകത്തേക്ക് നോക്കി. മോളെ, ദാ വരുന്നു പപ്പ, 1 മിനിറ്റ്. അകത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് ശിവ സംശയത്തോടെ ഇരുന്നു. എന്നാൽ ആ സംശയം മാറി അത്ഭുതമാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. കയ്യിൽ 2 കപ്പുമായി പുഞ്ചിരിയോടെ അടുക്കളയിൽ നിന്നും വരുന്ന പെൺകുട്ടിയെ കണ്ട് ശിവ ഒരു ഞെട്ടലോടെ ഇരുന്നിടത്തൊന്ന് എണീറ്റു. സത്യ? അവന്റെ ചുണ്ടുകൾ അവൻ പോലും അറിയാതെ മന്ത്രിച്ചു. അവളൊരു പുഞ്ചിരിയോടെ ചായക്കപ്പ് അവന് നേരെ നീട്ടി. എന്നാൽ ശിവ അത് വാങ്ങിക്കാതെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ സംശയത്തോടെ പപ്പയെ നോക്കി. എന്താ കണ്ണാ നീ ഇങ്ങനെ നോക്കി നിൽക്കണേ? ചായ വാങ്ങിക്കേ. ശിവ അല്പം മടിയോടെ കപ്പ് വാങ്ങി തിരികെ സോഫയിലേക്ക് തന്നെ ഇരുന്നു. മോളെ വാഹി, പപ്പ ഇന്നലെ പറഞ്ഞില്ലേ പപ്പയുടെ ഒരു ഫ്രണ്ടിന്റെ മോൻ പപ്പയെ കാണാൻ വരുന്ന? ഇതാണ് അയാള്, ശിവരാഗ്. ഞങ്ങളൊക്കെ കണ്ണെന്ന് വിളിക്കും. കണ്ണ, ഇതാണ് എൻ്റെ മോള് വരാഹി സത്യ. ഞാൻ വാഹിന്ന് വിളിക്കും. അയാൾ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ശിവ ആകെ ഒരു മായാലോകത്ത് പെട്ടതുപോലെയായിരുന്നു ഇരുന്നത്. അവൾക്ക് എന്തുകൊണ്ട് തന്നെ മനസ്സിലായില്ല. ഡാഡി എന്തിനാണ് അവൾ മകളാണെന്ന് പറഞ്ഞത്? അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. പപ്പ എൻ്റെ ഒപ്പം ഇന്ന് ഷോപ്പിങ്ങിന് വരാന്ന് പറഞ്ഞ് മറന്നോ? അവൾ കുറുമ്പോടെ ചോദിച്ചു. ഇല്ല മോളെ, കണ്ണം പോയാൽ നമുക്ക് ഇറങ്ങാം. മോള് പോയി റെഡി ആയിക്കോ. ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ടതും അവൾ ശിവയെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് പോയി. ശിവ അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ തറഞ്ഞിരുന്നു. കണ്ണ, ഡാഡി തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് ശിവ സ്വഭാവത്തിലേക്ക് വന്നത്. അവളെങ്ങനെ ഇവിടെ? എന്നെ അവൾക്ക് മനസ്സിലായില്ലേ? ശിവയ്ക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൾക്ക് നിന്നെ എന്നല്ല, ഈ ലോകത്ത് ആരെയും അറിയില്ല. അവൾ ആരാണെന്ന് പോലും അവൾക്ക് പോലും അറിയില്ല. അവളെങ്ങനെ ഇവിടെ എത്തി? ഡാഡി എങ്ങനെ അവളെ പപ്പയായി? അവനൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എല്ലാം ഞാൻ പറയാം. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡാഡി പറയാൻ തുടങ്ങി. അന്ന് വാഹിയെയും രാമനാഥനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം എനിക്കെന്തോ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം വന്നു നിറഞ്ഞു. നീയും വാഹിയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ദേവ പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവരന്വേഷിച്ചിറങ്ങി. എങ്ങനെയെങ്കിലും അവരെ കണ്ട് സോറി പറയണമെന്ന ഉദ്ദേശം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് രാത്രിക്ക് രാത്രി ഞാൻ അവരെ അന്വേഷിച്ച് കൊണ്ടിറങ്ങി. ഒരുപാട് ദൂരം മുന്നോട്ട് പോയെങ്കിലും 3 ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിയെ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടു. കാറിൽ നിന്ന് ഓടിയിറങ്ങി അവരുടെ അരികിലെത്തുമ്പോഴേക്കും ആ 3 പേരും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പക്ഷെ അവൻ ആ കാർ നമ്പർ നോട്ട് ചെയ്തിരുന്നു. റേപ്പ് ചെയ്ത നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ. ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ആകാതെ മരണത്തിന് മുന്നിൽ കാണുന്ന അവസ്ഥയായിരുന്നു അവൾക്ക്. അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മകൻ്റെ ജീവനായിരുന്നു എൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ വരാഹിയുടെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. നാളത്തെ പാട്ട് കണ്ടാൽ മതി കേട്ടോ. എന്നാൽ
ഞാൻ പോവാണേ. ബൈ, താങ്ക് യു.